അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന റളിയല്ലാഹു അമ്മാ ബഅദ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സമൂഹത്തോട് 5 ഉപദേശങ്ങൾ നൽകുകയുണ്ടായി. ഒന്ന്, ജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കുക. ജനങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവുക, അള്ളാഹു താലയെ ഓർക്കുക. 2, ഇഹലോകത്തേക്കാൾ നിങ്ങൾ ആഖിറത്തെ, പരലോകത്തെ നിങ്ങൾ ഓർക്കുക. ഇന്ന് മനുഷ്യൻ ഇഹലോക ജീവിതത്തിന് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നത്. പക്ഷേ ആ ജീവിതത്തിനിടയ്ക്ക് പാരത്രികമായ ലോകത്തെ, ആഖിറത്തെ നാം മറന്നു പോവുകയാണ്. മൂന്നാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്, നിങ്ങൾ ചെയ്ത നന്മയേക്കാൾ കൂടുതൽ തെറ്റുകളെ, തിന്മകളെ നിങ്ങൾ ഓർക്കുക. നന്മ ചെയ്യാൻ നമുക്ക് സമയമില്ല. നാം എവിടെയും പറയുന്നത് നാം ചെയ്ത നന്മയെപ്പറ്റിയാണ്. പക്ഷേ തെറ്റുകളെക്കുറിച്ച് ചിന്തിക്കാനോ അത് ഓർക്കാനോ നമുക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ചെയ്ത നന്മകളേക്കാൾ കൂടുതൽ ചെയ്ത തെറ്റുകളെക്കുറിച്ച് നിങ്ങൾ ബോധവാന്മാരാവുക, തെറ്റുകളെ നിങ്ങൾ ഓർക്കുക. നാലാമതായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജീവിതത്തേക്കാൾ കൂടുതൽ നിങ്ങൾ മരണത്തെ ഓർക്കുക. നമ്മുടെയൊക്കെ ചിന്ത നമുക്കെന്നും എന്നും ജീവിച്ചിരിക്കണം എന്നുള്ള ചിന്തയാണ്. പക്ഷേ മരണം നമ്മുടെ മുമ്പിലുണ്ട് എന്നുള്ള വസ്തുത നാമൊക്കെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് ഹബീബായ നബി തങ്ങൾ 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ ജീവിതത്തേക്കാൾ കൂടുതൽ നിങ്ങൾ മരണത്തെ ഓർക്കുക. മരണം ഏതു സമയത്തും നമുക്ക് സംഭവിക്കാം. അത് എവിടെ വെച്ചാണെന്നോ, ഏത് സമയത്താണെന്നോ, എപ്പോഴാണെന്നോ, ഒറ്റയ്ക്കിരിക്കുമ്പോഴാണെന്നോ, കൂട്ടായിരിക്കുമ്പോഴാണെന്നോ, യാത്ര ചെയ്യുമ്പോഴാണെന്നോ, അല്ലെങ്കിൽ വിജനമായൊരു പ്രദേശത്ത് വെച്ചാണെന്നോ, നാം ഉറങ്ങിക്കിടക്കുമ്പോഴാണെന്നോ ഒന്നും നമുക്ക് പറയാൻ സാധ്യമല്ല. ഏതു സമയത്തും നമുക്ക് മരണം നമ്മളെ പിടികൂടാം. അതുകൊണ്ട് മരണത്തെ നാം ഓരോരുത്തരും ഓർക്കുക. 5, മറ്റുള്ളവരുടെ ന്യൂനതകളേക്കാൾ കൂടുതൽ സ്വന്തം ന്യൂനതയെ ഞാനും നിങ്ങളും ഓർക്കുക. ഹബീബായ നബി തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്, സ്വന്തം ന്യൂനത, മറ്റുള്ളവരുടെ ന്യൂനതകളേക്കാൾ കൂടുതൽ നാം ഓർക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതും സ്വന്തം ന്യൂനതകളാണ്. ഇന്ന് നമ്മുടെ ഇടയിൽ സ്വന്തം ന്യൂനതകൾ മറച്ചു വെച്ചുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ കണ്ടുപിടിക്കാനും അവരെ പരിഹസിക്കാനുമാണ് നാം ഓരോരുത്തരും തയ്യാറാകുന്നത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഈ 5 കാര്യങ്ങൾ പരിപൂർണമായി ഉൾക്കൊണ്ടുകൊണ്ട് വേണ്ട രീതിയിൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും നാം മരണത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടും പരലോകത്തേക്കാൾ കൂടുതൽ ആഖിറത്തെ ഓർത്തുകൊണ്ടും സ്വന്തം മറ്റുള്ളവരുടെ തിന്മകളെ കാണുന്നതിനേക്കാൾ സ്വന്തം തിന്മകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ നാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആരക്കുന്നു. വാഹിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.